പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ അതിരാവിലെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി ഏറ്റെടുത്ത് ദൈവത്തോടൊപ്പം ഇന്നത്തെ ദിവസം നമ്മൾക്കായിരിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിൽ ഞാനും തള്ളിപ്പറയും. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെ മുന്നിൽ യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്നും ദൈവപുത്രനാണെന്നും ഏറ്റുപറയുന്നവൻ, ജീവിക്കുന്നവരുടെ ദൈവമായ കർത്താവാണെന്ന് ഏറ്റുപറയുന്നവന് യേശു സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുന്നിൽ നമ്മളെയും ഏറ്റുപറയും. മനുഷ്യരുടെ മുന്നിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെയും തള്ളിപ്പറയും. ഓരോ വ്യക്തികൾക്കും യേശു തന്ന സുവിശേഷ ദൗത്യമാണ് യേശുവിനെ ഈ ലോകം മുഴുവനും ഏറ്റുപറയത്തക്കവണ്ണം യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണെന്നും രക്ഷകനാണെന്നും യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ നിങ്ങളെ പിതാവായ ദൈവത്തിൻ്റെ മുന്നിലും ദൈവം നിങ്ങളെ പ്രതി സന്തോഷിക്കും, നിങ്ങളെ ഏറ്റെടുക്കും. നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ മുന്നിലേക്ക് വിജാതീയരും സജാതികളുമായ ഈ ലോകത്തിലെ ജീവനുള്ള 800 കോടിയിലധികം മനുഷ്യമക്കളെ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈശോ അവരെ എല്ലാം ഏറ്റെടുക്കട്ടെ. യേശുക്രിസ്തു ആരെന്ന് അവരെല്ലാവരും ഈ നിമിഷം തിരിച്ചറിയട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവിന് സാക്ഷ്യം പറയുന്ന മക്കളായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും മാറ്റുന്നതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.